Hello, welcome to Red Short Talks. നമസ്കാരം. നമ്മൾക്കിന്ന് നിഫ്റ്റി 50യുടെ കഴിഞ്ഞ ആഴ്ചയിലെ വിശകലനം ഒന്ന് നോക്കാം. നിങ്ങൾ തന്ന റിപ്പോർട്ട് വെച്ചിട്ട് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അടുത്ത ആഴ്ച എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ ഇതില് മന്ത്ലി ചാർട്ട് തൊട്ട് 15 മിനിറ്റ് ചാർട്ട് വരെ നോക്കുന്നുണ്ട് അല്ലേ? അപ്പൊ സ്വിംഗ് ട്രേഡേഴ്സിനും ഇൻട്രാഡേ ചെയ്യുന്നവർക്കും ഇത് ഉപകാരപ്പെടും. തീർച്ചയായും പല ടൈം ഫ്രെയിം ഒരുമിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നത്. വലിയ ട്രെൻഡും ചെറിയ മൂവ്മെന്റ്സും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ അത് നല്ലതാണ്. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ടൈം ഫ്രെയിമില്, അതായത് മന്ത്ലിന്ന് തുടങ്ങാം. ലോങ് ടേം നോക്കുവാണെങ്കിലും ഇപ്പോഴും ഒരു അപ് ട്രെൻഡ് തന്നെയാണ് അല്ലേ? നല്ലൊരു മുന്നേറ്റം കാണിക്കുന്നുണ്ട്. അതെ, സ്ട്രോങ് അപ് ട്രെൻഡ് ആണ്. പക്ഷേ ഈ അടുത്ത് ഒരു 26,000 ലെവലിന്റെ അടുത്തെത്തിയപ്പോ ഒരു തളർച്ച പോലെ അല്ലേ? അവിടെ ഒരു ഡബിൾ ടോപ്പ് സാധ്യതയും ചിലർ പറയുന്നുണ്ട്, 25,500നും 26,000നും ഇടയിൽ. ശരിയാണ്, അതൊരു ഡിസ്ട്രിബ്യൂഷൻ സോൺ ആകാൻ സാധ്യതയുണ്ട്. RSI നോക്കുവാണെങ്കിൽ അത് ഏകദേശം ഒരു 60ന് താഴെയാണ്, 59.78. ഓവർ ബോട്ടിൽ നിന്ന് താഴോട്ട് വരുന്നത് ഒരു ഷോർട്ട് ടേം വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോ പ്രധാന സപ്പോർട്ട് താഴെ 23,800, 24,000 റേഞ്ചിലാണ് കാണുന്നത്. റെസിസ്റ്റൻസ് ഈ പറഞ്ഞ 25,500, 26,000. അതെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് തന്നെ നിൽക്കുമ്പോഴും ഷോർട്ട് ടേമിൽ ഈ കാണുന്ന ഒരു തളർച്ച, അതിന്റെ സൂചനകൾ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി വീക്ക്ലിയിലോട്ട് വന്നാൽ പ്രതിവാര ചാർട്ടിൽ എന്താണ് കാണുന്നത്? വീക്ക്ലിയിൽ നമ്മൾ കാണുന്നത് ഈ അടുത്ത ആഴ്ചകളിലായിട്ട് ലോവർ ഹൈസ് ഫോം ചെയ്യുന്നതാണ്. അതായത് പുതിയ ഉയരങ്ങൾ ഉണ്ടാക്കാൻ മാർക്കറ്റിന് പറ്റുന്നില്ല. ശരി, അതൊരു ഡൗൺ ട്രെൻഡിന്റെ സൂചനയാണോ അതോ കറക്ഷൻ ആണോ? അതൊരു വലിയ അപ് ട്രെൻഡിനുള്ളിലെ ഒരു ചെറിയ ഷോർട്ട് ടേം ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു കറക്ഷനായിട്ട് കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം 24,500 എന്നൊരു സപ്പോർട്ട് ലെവൽ ഈ അടുത്ത് ബ്രേക്ക് ചെയ്തു. 24,500 അത് പ്രധാനപ്പെട്ട ലെവലായിരുന്നല്ലോ. അതെ, അത് ബ്രേക്ക് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ വിൽപ്പനക്കാർക്ക് കുറച്ചുകൂടി ശക്തി കിട്ടി എന്നതിന്റെ സൂചനയാണ്. ഇപ്പൊ ആ ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട്. RSI വീക്കിലിയിൽ എവിടെയാണ്? RSI ഏകദേശം 50ന്റെ താഴെയാണ്, 49.50 ഒക്കെ. അതും സെല്ലേഴ്സിന് അനുകൂലമാണ്. അപ്പൊ അടുത്ത സപ്പോർട്ട് വരുന്നത് ഏകദേശം 23,900, 24,000 റേഞ്ചിലാണ്. റെസിസ്റ്റൻസ് ഇപ്പോ ഈ 24,500, 24,600 സോണാണ്. ശരി, അപ്പോ വീക്കിലിയിലും ആ ഒരു വിൽപ്പനയുടെ ലക്ഷണം കാണുന്നുണ്ട്. ഇനി ഡെയിലി 4 അവർ ചാർട്ടുകൾ നോക്കിയാലോ? അവിടെ കുറച്ചുകൂടി ക്ലിയർ ആണ്. വ്യക്തമായൊരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാകുന്നുണ്ട്. വിലയിപ്പോ ഒരു സപ്പോർട്ടിന്റെ അടുത്താണ്, ഏകദേശം 24,350. അവിടെ RSI എന്താണ് പറയുന്നത്? ഡെയിലിയിലും 4 അവറിലും ഓവർസോൾഡ് ലെവലിന്റെ അടുത്താണ്, ഒരു 33-34 റേഞ്ചില്. ഓക്കെ, RSI ഓവർസോൾഡ് ആയതുകൊണ്ട് നമുക്കൊരു ബൗൺസ് പ്രതീക്ഷിക്കാമോ? ഒരു ടെക്നിക്കൽ ബൗൺസ് ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഓവർസോൾഡ് എന്ന് വെച്ചാൽ വില പെട്ടെന്ന് താഴോട്ട് പോയി എന്നാണല്ലോ. അപ്പൊ ഒരു ചെറിയ പുൾ ബാക്ക്, ഒരു റിലീഫ് റാലി വരാം. ശരി, പക്ഷെ പ്രധാന ട്രെൻഡ് ഇപ്പോഴും താഴോട്ടായതുകൊണ്ട് ഈ ബൗൺസ് എവിടെ വരെ പോകും, അത് ട്രെൻഡിനെ മാറ്റുമോ എന്നൊക്കെ പറയാൻ പറ്റില്ല. RSI ഓവർസോൾഡ് കണ്ടതുകൊണ്ട് മാത്രം ചാടിക്കയറി വാങ്ങുന്നത് അത് കുറച്ച് റിസ്കിയാണ്. അവിടെ എന്തെങ്കിലും ഒരു ബുള്ളിഷ് സിഗ്നല്, ഒരു നല്ല കാൻഡിൽ പാറ്റേൺ ഒക്കെ കിട്ടിയാൽ ചിലപ്പോൾ ഒരു ചെറിയ റാലിക്കായി നോക്കാം. പക്ഷെ പ്രധാന റെസിസ്റ്റൻസ് ഇപ്പോഴും 24,500 തന്നെയാണ്. അത് ക്രോസ് ചെയ്യാതെ ഒരു ബുള്ളിഷ് വ്യൂ എടുക്കാൻ പറ്റില്ല. സപ്പോർട്ട് ലെവൽസ് താഴെ 24,200, പിന്നെ 24,000 ആണല്ലേ പറഞ്ഞത്? അതെ, 24,200, പിന്നെ 24,000. ഓക്കെ, ഇനി ഇൻട്രാഡേ ചാർട്ടുകളിലോ? 1 അവർ, 15 മിനിറ്റ്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ചെറിയ റേഞ്ചുകളൊക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നു. RSI വീക്കാണ്, ഒരു 35 ഒക്കെ. അപ്പോ ഇൻട്രാഡേ ട്രേഡേഴ്സിന് എന്താണ് പ്ലാൻ? ഇൻട്രാഡേയില് പൊതുവെ ട്രെൻഡ് താഴോട്ടായതുകൊണ്ട് ചെറിയ റൈസുകൾ കിട്ടുമ്പോൾ, അതായത് റെസിസ്റ്റൻസ് ലെവലിലേക്ക് വരുമ്പോൾ ഷോർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നോക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് ഏത് ലെവലിൽ? ഒരു ഉദാഹരണം പറഞ്ഞാൽ 24,420 തൊട്ട് 24,450 വരെയുള്ള സോൺ, അതൊരു ചെറിയ റെസിസ്റ്റൻസ് സോണാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വില എത്തുമ്പോൾ ഷോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും അനാലിസിസ് വെച്ചിട്ട് അടുത്ത ദിവസത്തേക്കുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയായിരിക്കും? പ്രധാനമായും ഷോർട്ട് ചെയ്യാനാണോ ലോങ് എടുക്കാനാണോ നോക്കേണ്ടത്? നോക്കൂ, പ്രധാനമായും ട്രെൻഡ് താഴോട്ടായതുകൊണ്ട്
നമ്മുടെ പ്രധാന സ്ട്രാറ്റജി ഷോർട്ട് സെല്ലിംഗ് തന്നെയായിരിക്കും. ശരി. അപ്പോ പ്ലാൻ 1, 24,420, 24,450 എന്ന സോണിൽ വില എത്തുകയാണെങ്കിൽ അവിടെ ഒരു ബെയറിഷ് സിഗ്നൽ, ഒരു റിവേഴ്സൽ ക്യാൻഡിലൊക്കെ നോക്കിയിട്ട് ഷോർട്ട് ചെയ്യാം. ടാർഗറ്റ് 24,300, പിന്നെ 24,200. സ്റ്റോപ്പ് ലോസ് ഒരു 24,500 മുകളിൽ വെക്കണം. ഓക്കെ. ഇനി ലോങ് എടുക്കണമെങ്കിൽ, അതായത് ഒരു കൗണ്ടർ ട്രെൻഡ് ട്രേഡ്? അതെ, അത് കുറച്ചുകൂടി റിസ്ക് ഉള്ളതാണ്. ട്രെൻഡിനെതിരെയാണല്ലോ. അപ്പൊ നല്ലൊരു സപ്പോർട്ട് സോണിൽ എത്തണം. ഒരു 24,200, 24,250 റേഞ്ച് നല്ലൊരു സപ്പോർട്ടാണ്. അവിടെ വില എത്തുകയും, വെറുതെ എത്തുകയല്ല, അവിടെ ഒരു വ്യക്തമായ ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടണം. ചിലപ്പോ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ അല്ലെങ്കിൽ RSIയിൽ ഒരു ഡൈവേർജൻസ് കാണിക്കുകയാണെങ്കിൽ, അതായത് വില താഴോട്ട് പോകുമ്പോൾ RSI മുകളിലോട്ട് പോകുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ കണ്ടാൽ മാത്രം ചെറിയ ക്വാണ്ടിറ്റിയിൽ ലോങ് നോക്കാം. അതിന്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും? ടാർഗറ്റ്സ് ഒരു 24,350, 24,420 ഒക്കെ വെക്കാം. സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും 24,250 താഴെ വെക്കണം. ഇത് കൗണ്ടർ ട്രെൻഡ് ആയതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിരിക്കണം. അതെ, ട്രെൻഡിനെതിരെ പോകുമ്പോൾ എപ്പോഴും ആ ഒരു റിസ്ക് ഉണ്ടല്ലോ. തീർച്ചയായും. അതുകൊണ്ടാണ് ആ കൺഫർമേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോ ജനറൽ ഗൈഡ് ലൈൻ ഇതാണ്: 1 അവർ അല്ലെങ്കിൽ 4 അവർ ചാർട്ടിൽ 24,500 തിരിച്ചു പിടിക്കുന്നത് വരെ ചെറിയ കയറ്റങ്ങളെ ഷോർട്ട് ചെയ്യാനുള്ള അവസരം നോക്കുക. കൃത്യം ലെവലുകളിൽ വിലയെത്താൻ ക്ഷമയോടെ കാത്തിരിക്കുക. ഇടയ്ക്ക് കയറി ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സംഗ്രഹം പറഞ്ഞാൽ, ലോങ് ടേം ഇപ്പോഴും പോസിറ്റീവ് സൈഡിലാണെങ്കിലും ഷോർട്ട് ടേമിൽ നല്ല ബെയറിഷ് പ്രഷർ ഉണ്ട്. 24,500 കീ ലെവൽ. അതെ, അതിന് താഴെ നിൽക്കുന്നിടത്തോളം ഷോർട്ട് സൈഡിനാണ് മുൻഗണന. പക്ഷെ 24,200 പോലെയുള്ള സപ്പോർട്ടുകളിൽ നിന്ന് ഒരു ബൗൺസ് വരാം. പക്ഷെ അതിന് നല്ല കൺഫർമേഷൻ വേണം. കറക്റ്റ്. നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി ഞാൻ പറയാം. ഈ പറയുന്ന പ്രധാന ലെവലുകളിലെ 24,500, 24,200, 24,000 ഇവിടെയൊക്കെ വില എത്തുമ്പോൾ ട്രേഡിംഗ് വോളിയം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓ, വോളിയം അനാലിസിസ്. അതെ, ചിലപ്പോൾ വലിയ വോളിയം സ്പൈക്കുകൾ കാണാം. അത് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വലിയ പ്ലെയേഴ്സ് ആക്റ്റീവ് ആകുന്നതിന്റെ സൂചനയാവാം. അപ്പോ വെറുതെ പ്രൈസ് ലെവൽ മാത്രം നോക്കാതെ ഈ വോളിയം കൂടി നിങ്ങളുടെ തീരുമാനങ്ങളിൽ പരിഗണിക്കുന്നത് കൂടുതൽ ആഴത്തിലുള്ള ഒരു ഇൻസൈറ്റ് തന്നേക്കാം. അത് നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാവുന്ന ഒരു വിഷയമാണ്. അതൊരു നല്ല പോയിന്റാണ്. വോളിയം കൂടി ശ്രദ്ധിക്കുന്നത് കൂടുതൽ വ്യക്തത തരും. ശരി, അപ്പോ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്താം.